എന്താണ് അവസ്ഥ പാടിക്കഴിഞ്ഞിട്ട്? വിചാരിച്ച പോലെ പാടാൻ പറ്റില്ല. എന്ത് പറ്റി? പ്രാക്ടീസിന് ചെയ്ത പോലെ പാടാൻ പറ്റില്ല. ഇതിന് വേണ്ടി പഠിച്ചതാണോ ഈ പാട്ട്? ആദ്യമായിട്ട് കേൾക്കാണ്. ആദ്യമായിട്ട് കേൾക്കണം, മുമ്പ് കേട്ടിട്ടേ ഇല്ല ഈ സോങ്? അതെയോ, ശരി. പക്ഷെ കുഴപ്പമില്ല, നന്നായി പാടി സജിൻ. എല്ലാം സജിന്റെ വക ഒരു ഇംപ്രൈസേഷൻ ഉണ്ടായിരുന്നില്ലേ? ഒരു സജിൻ ഇംപ്രൈസേഷൻ ഇടയിൽ കയറി വന്ന പോലെ എനിക്ക് തോന്നി, സജിന്റെ ഒരു സ്ഥിരം സാധനം. ഓക്കെ, എന്തായാലും നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ചേച്ചി. സജിൻ പെട്ടെന്ന് പഠിച്ച് പാടിയ പാട്ടാണ്. അതൊന്ന് പറഞ്ഞതുകൊണ്ട് കുറേ എക്സ്ക്യൂസസ് തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ ക്ഷമിച്ചു. എന്നുവെച്ചാലും ഇത്രയും വേർഡ്സ് ഓർത്ത് വെച്ച് പാടിയല്ലോ, തീർച്ചയായിട്ടും അത് അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ. സജിൻ ഇന്ന് പാടിയതിനകത്ത് ഒരു പല സ്ഥലത്തും ഒരു സ്റ്റഡി അല്ലാത്ത പോലെ തോന്നിയിരുന്നു കേട്ടോ. എസ്പെഷ്യലി പിന്നെ ഇടയ്ക്കൊരു ആലാപ്പ്, ചരണത്തിൻ്റെ ഇടയ്ക്ക് വന്നൊരു ആലാപ്പൊക്കെ നല്ല സുഖമായിട്ട് പാടി കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ചരണത്തിൻ്റെ തുടക്കം ഒരു എന്താ പറഞ്ഞൊരു സംശയം ഉണ്ടായിരുന്നു പാട്ടിൽ. താളം പോയതുപോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇച്ചിരി ലേറ്റ് ആയി. താളം മൂന്നാമത്തെ ചരണത്തിൽ താളം പോയി, പിന്നെ ലാസ്റ്റ് പല്ലവിയിലും പോയി. എന്തോ ഒരു തേർഡ് ചരണം പാടിയപ്പോൾ തുടക്കം മുതലേ ഒരു സംശയം. മൂന്നാമത്തെ ഒരു ചരണം പാടിയില്ലേ, ആ തുടക്കം മുതലേ ഒരു സംശയം തോന്നിയിരുന്നു. ഉണ്ടായിരുന്നു, സംശയം ഉണ്ടായിരുന്നു. താളത്തിൻ്റെ ഞാൻ ഇച്ചിരി ലേറ്റ് ആയി പോയി. എനിക്ക് ചരണത്തിൻ്റെ എൻ്റെ ഒരു സംഗതി പാടി പല്ലവിലേക്ക് വന്നിരുന്നില്ലേ, അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതിനകത്ത് ഇപ്പോഴും സംഗതിയുടെ ക്ലാരിറ്റി കുറച്ചുകൂടെ ക്ലിയർ ആവാനുണ്ട്. ഹർ റേക്ക് പൽക്കോ എന്നൊരു സ്ഥലം വന്നില്ലേ, അവിടെ ഒരു ശ്വാസം മുട്ടിയതുപോലെ ഫീൽ ചെയ്തു. പിന്നെ മൈക്ക് ബാലൻസ് ഇപ്പോഴും ഏതോ ഇടയ്ക്കൊന്ന് അടുത്തോട്ട് എത്തിയില്ല, അതിനു മുമ്പ് പാട്ട് തുടങ്ങിപ്പോയി. മിഡിൽ പല്ലവി കേട്ടോ. ഇതൊക്കെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. അത് ദീപക് സാർ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഓക്കെ, ഇത്രയൊക്കെ എനിക്ക് തോന്നിയിരുന്നുള്ളൂ. ഇനി കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് സജിൻ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ജാസേട്ടാ, നമുക്ക് ചേച്ചി ദീപക്കിന് വേണ്ടി ഒരു പ്രത്യേക ഒരു എന്താണ് ഇത് നമുക്കൊന്നുകൂടെ പ്ലേ ചെയ്യാം. സജിൻ പാടിയത് ഇപ്പം ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ദീപുവിൻ്റെ വീണ്ടും നമുക്ക് വേണമെങ്കിൽ കാണിച്ചിടാം. കാര്യം ദീപക്ക് പറഞ്ഞത് ഒത്തിരി ഫോൾട്ടുകൾ എന്താണ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നതായിട്ട് എനിക്കിപ്പോൾ സജിൻ്റെ ഈ പെർഫോമൻസ് എന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ നമ്മളെപ്പോഴും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നൊരു പാട്ടും നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളൊരു പാട്ടും പ്രസൻറ്റ് ചെയ്യണം. ഇപ്പം മോൻ പറഞ്ഞായിരുന്നു ആദ്യമായിട്ട് കേൾക്കുന്ന പാട്ട്, ആ ഒരു പ്രശ്നമാണ് ടോട്ടലായിട്ട് ഫീൽ ചെയ്തത്. ഈ പാട്ട് ഇഷ്ടമാണോ സത്യത്തിൽ? ഇല്ല, ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ടു. അതാണ്, ഈ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സുകൊണ്ട് അത് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇങ്ങനെ വന്ന് നമുക്ക് ഇത് പ്രസൻറ്റ് ചെയ്യാനുള്ള. പക്ഷേ സജിൻ്റെ പെർഫോമൻസിൽ സത്യത്തിൽ അത് ഫീൽ ചെയ്തില്ല. പഠിച്ച് ഇതിനു വേണ്ടി പാടി അങ്ങനെ ഒരു എന്താ പറയുക ആർട്ടിഫിഷ്യൽ ഒരു സംഭവമായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോഴതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളാണ് സോങ്ങിൽ ടോട്ടലായിട്ട് കണ്ടത്. പിന്നെ വോയിസ് മുകളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടും ഡിസ്റ്റോർട്ടഡ് ആവുന്നു. താഴത്തെ റേഞ്ച് വരുമ്പോഴത്തേക്ക് സ്ക്രാച്ച്, പിന്നെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് ശ്രുതിയുടെ പ്രോബ്ലം, പിന്നെ റിതം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കാട്ടി വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ 80s സോങ് അല്ല 60s സോങ് പാടിയാൽ മതിയെന്നായിരുന്നല്ലോ. കുഴപ്പമുണ്ടെന്നല്ല പറയാം, മോനെ സിംഗിങ് നല്ലതാണ്, ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അത് കാരണം വന്നൊരു എന്താണ് സോങ്ങിൻ്റെ ഒരു കാര്യത്തിലായിരുന്നു പ്രശ്നമായിട്ട് തോന്നിയത്. കുഴപ്പമുണ്ടോ? സന്തോഷമല്ലേ? താങ്ക് യു. ജെൻസി. സജിൻ്റെ ഇംപ്രവൈസേഷനൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പിന്നെ തേർഡ് ചരണത്തിൽ ഒരു ഹമ്മിങ്, അത് സജിൻ്റെ വകയാണോ? ഉള്ളതാണോ? പിന്നെ അനുപല്ലവിയിൽ തുടങ്ങിയപ്പം വോയിസിൽ കുറച്ച് സ്ക്രാച്ച് വന്നു, ആ ചരണത്തിലുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ടാണോ അങ്ങനെ വന്നത്? പെട്ടെന്ന് പഠിച്ച പാട്ടുണ്ട് പാടിക്കൊണ്ട് നടന്നു. ആ, പിന്നെ പല്ലവിയിൽ ലാസ്റ്റ് പല്ലവിയിൽ വേർഡ്സ് മറന്നു അല്ലേ, കുറച്ച് ഒരു ഡൗട്ടായിട്ട് പാടി. ഓക്കെ, ബാക്കി കുഴപ്പമില്ലായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സജിൻ്റെ മാർക്സ് എത്രയാണെന്ന് നമുക്കറിയാം. ചേച്ചി ഔട്ട് ഓഫ് 40? 29 ഔട്ട് ഓഫ് 40. ജാസേട്ടാ? 19 ഔട്ട് ഓഫ് 30. ജെൻസി? 19 again. സജിൻ്റെ ഇപ്രാവശ്യത്തെ ഹിന്ദി സോങ് റൗണ്ടിൽ സജിൻ സ്കോർ ചെയ്തിരിക്കുന്ന മാർക്ക് 100ൽ 67.